അരുൺ ശേഖർ തുടരുന്നുണ്ട്. അരുൺ, ഒരുപക്ഷെ രാവിലെയൊക്കെ നേരത്തെ വന്നിരുന്നെങ്കിൽ അത് മൊത്തത്തിലുള്ള ഒരു വോട്ടിങ്ങിനെ ബാധിച്ചേക്കുമെന്ന ഒരു ആശങ്കയുടെ പുറത്താണോ, നേതൃത്വത്തിന്റെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു നിർദ്ദേശത്തിന്റെ പുറത്താണോ ഈ വൈകിയ വേളയിൽ ഏറ്റവും അവസാനിക്കാറായ നിമിഷത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത്? തീർച്ചയായിട്ടും അതിൽ രാഷ്ട്രീയം തന്നെയുണ്ട്. കാരണം നേരത്തെ വന്ന് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് എതിർ പാർട്ടികൾ, പ്രത്യേകിച്ച് CPM ഉം BJP യും, പ്രത്യേകിച്ച് CPM ആണ് അത് രാഷ്ട്രീയ ആയുധമാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ തന്നെ പ്രതിഷേധിച്ചവർ പറഞ്ഞത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ്, UDFിന്റെ പിന്തുണയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയത് എന്നാണ് അവർ ആരോപിക്കുന്നത്. അപ്പോൾ ഒരു 10 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അടുത്ത മണിക്കൂറുകളിലെ വോട്ടെടുപ്പിനെ അത് നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ളത് കോൺഗ്രസിനും നേതൃത്വത്തിനും അറിയാം, ഈ MLAക്കും അറിയാം. അതുകൊണ്ടാണ് വളരെ വൈകി 5 മണിയോട് കൂടി വന്ന് വോട്ട് ചെയ്തിരിക്കുന്നതിന് ഒരു മണിക്കൂർ കൂടി മാത്രമേ വലിയ രീതിയിൽ വോട്ടിനെ സ്വാധീനിക്കാനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ടാണ് അയാൾ ഇവിടെ വന്ന് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് സുരക്ഷിതനായി 2 കേസുകളിലും കോടതി സംരക്ഷണം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാൾ രംഗത്ത് വന്ന്. അല്ലാത്ത പക്ഷം അയാൾ ഈ വോട്ട് രേഖപ്പെടുത്താൻ എത്തില്ല. ഇപ്പോൾ ചില രാഹുൽ അനുകൂലികൾ നമ്മളോട് പറഞ്ഞതാണ് തറവാടിത്തം. ഇപ്പം നമുക്ക് ക്യാമറയിൽ കിട്ടിയില്ല, അല്ലാതെ വന്ന് പറഞ്ഞിട്ട് പോയത് അത് തറവാടിത്തമാണ് അവൻ കാണിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ തറവാടിത്തം എന്തായാലും ഈ കോടതിയുടെ സംരക്ഷണം ഉണ്ടായിരുന്നില്ലെങ്കിൽ അയാൾ കാട്ടില്ലായിരുന്നു, അത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് അയാൾ 14 ദിവസമായിട്ട് ഒളിച്ചു കഴിയേണ്ടി വന്നതും. നമ്മൾ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണ് ഒരു ജനപ്രതിനിധിക്ക് ഒളിക്കേണ്ടി വരുന്നത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒളിവിൽ പോയത്, ഗുരുതര കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഗുരുതര കുറ്റങ്ങൾ നിങ്ങൾക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ടല്ലോ, എന്താണ് ഇക്കാര്യത്തിലുള്ള മറുപടി എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ഒന്നും മിണ്ടാൻ തയ്യാറായില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞു, അത് കോടതിയുടെ പരിഗണനയുള്ള വിഷയമാണ്, കോടതി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും ഈ മാങ്കൂട്ടം തന്നെയാണ് മറ്റു പല കേസുകളിലും ധാർമ്മികതയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത്, രാഷ്ട്രീയ ധാർമ്മികതയെക്കുറിച്ച്, പൊതുപ്രവർത്തന ധാർമ്മികതയെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ആ ധാർമ്മികതയെ എന്തുകൊണ്ട് അയാൾ സ്വന്തം കാര്യങ്ങളിൽ പ്രയോഗിക്കുന്നില്ല എന്നൊരു ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇത് ഒരു സൈഡിലേക്ക് മാത്രമാണ് ഈ ധാർമ്മികത കാട്ടേണ്ടത്. സ്വന്തം കാര്യത്തിലും ആ ധാർമ്മികത കാട്ടേണ്ട ഉത്തരവാദിത്വം ഒരു ജനപ്രതിനിധി നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളൊന്നും ഉയരില്ല. പക്ഷേ സമൂഹത്തോട് ബാധ്യതയുള്ള ഉത്തരവാദിത്വമുള്ള ഒരു ജനപ്രതിനിധിയും പൊതുപ്രവർത്തനവും നിലയിൽ ഈ ധാർമ്മികതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും വരും. കോടതി എന്ന് പറയുന്നത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വ്യാഖ്യാനിക്കുന്നത്. പക്ഷേ ധാർമ്മികത എന്ന് പറയുന്നത് അത് പുലർത്തേണ്ട ഒന്നാണ്, ഒരു പൊതുപ്രവർത്തനം പുലർത്തേണ്ട ഒന്നാണ്. പക്ഷേ അക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാന്യതയും